370 രൂപയുടെ ചിക്കൻ ബിരിയാണിയാണ് 2 ദിവസമായി സോഷ്യൽ മീഡിയയിലെ ഹോട്ട് ടോപ്പിക്. उसने मेरे को हिंट दिया कि किसकी, अब मैं तो पहले ही चार्ज था क्योंकि 370 का लॉस हुआ है। तो मैंने क्या करा, पकड़ा और किस स्टार्ट ठीक है, किस कर रहे हैं हम, मेरे को मजा नहीं आ रहा यार। तो मैंने क्या करा, पहले तो मैं यही हाथ डाल रहा था, तो किस करते करते मैंने उसकी टोप आ रही थी, टोप उठाया, टोप डाल रही थी. സാധാരണ ബ്രോ ഹ്യൂമർ, ഡാർക്ക് ഹ്യൂമർ, ജസ്റ്റ് ജോക്ക് എന്നൊക്കെ ലേബൽ ചെയ്യപ്പെട്ട് രക്ഷപ്പെടാറുണ്ടായിരുന്ന സോ കോൾഡ് തമാശ പിടിക്കപ്പെട്ടു, അത്രയുള്ളൂ. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പ്രണീത് മോറയുടെ ലൈവ് ഷോയിലെ ക്രൗഡ് വർക്ക് വീഡിയോയിലാണ് ഒരു പ്രേക്ഷകൻ ഒരു ഡേറ്റിന് പോയ കഥ പറഞ്ഞത്. പെൺകുട്ടിക്ക് 370 രൂപയുടെ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തുന്നു. അതിനുശേഷം അത് വസൂലാക്കാൻ വേണ്ടി അവരോട് ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞ കഥ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന പ്രണീത് മോറയെയും മറ്റ് ഓഡിയൻസിനെയുമാണ് വീഡിയോയിൽ നമ്മൾ കണ്ടത്. പറഞ്ഞതോ പറഞ്ഞു, സ്പോട്ടിലൊന്ന് ചിരിച്ചും പോയി. എന്നാൽ അത് പബ്ലിക്കായി പോസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന വിവേചന ബുദ്ധി പോലും അവർക്കുണ്ടായില്ലല്ലോ എന്നതാണ്. അവിടെ ഉണ്ടായ ചിരി വെറും ഒരു തമാശയെ അംഗീകരിക്കുന്നതല്ല, മറിച്ചൊരു അപകടകരമായ മനോഭാവത്തെ നോർമലൈസ് ചെയ്യുന്നതാണ്, അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്നതാണ്. കൺസെന്റിനെ പരിഹസിക്കുന്നതാണോ കോമഡി? അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ചിന്തയെ പൊതു താല്പര്യം അതാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണോ കോമഡി? ഒരു ഡേറ്റിന് ചിലവാക്കിയ പണമോ ഒരു ഗിഫ്റ്റോ ഒരു ഡിന്നറോ ഒന്നും ഒരു കരാറല്ല, കൺസെന്റിന് കാരണവുമാവില്ല. ഞാൻ ചിലവാക്കി, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തിരികെ കിട്ടണം, അത് മുതലാക്കണം എന്നിങ്ങനെയുള്ള ചിന്ത പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. ഈ കാരണം തന്നെയാണ് അയാൾ പറഞ്ഞ തല്ലിപ്പൊളി തമാശയെ ഇപ്പോൾ ട്രെൻഡിംഗ് ആക്കി നിർത്തുന്നത്. വീഡിയോ വൈറലായതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. നിരവധി സിനിമാ താരങ്ങളും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ പരാമർശം സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന മനോഭാവത്തിന്റെ ഉദാഹരണമാണെന്ന് വിമർശിച്ചു. ഒരു ഡേറ്റിന് ചിലവഴിച്ച പണത്തിന് പകരമായി ഒരു സ്ത്രീയുടെ ശരീരത്തിലോ സ്വകാര്യതയിലോ അവകാശമുണ്ടെന്ന് കരുതുന്ന ചിന്താഗതി സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ തെളിവാണിതെന്നും പലരും അഭിപ്രായപ്പെട്ടു. പുതിയ കുട്ടികൾക്കിടയിൽ ഡേറ്റിംഗ് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്ന കാലത്താണ് കാലങ്ങൾ പഴക്കമുള്ള മനോഭാവത്തോടെ ചില പുരുഷന്മാർ സ്ത്രീകളെ സമീപിക്കുന്നത്. ഇത് ഭീതിപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവ് കൂടിയാണ്. ഈ വിവാദം ഓൺലൈനിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. വീഡിയോയിലെ പരാമർശം നടത്തിയ വ്യക്തിയെ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ജോലിയിൽ നിന്നും പുറത്താക്കി. ഇത്തരം ആശയങ്ങൾ സ്ഥാപനത്തിന്റെ പോളിസിക്ക് എതിരാണെന്നും അവർ വ്യക്തമാക്കി. ഒരു മാപ്പ് കൊണ്ട് എളുപ്പം പരിഹരിക്കപ്പെടുന്ന വിഷയമല്ലെങ്കിലും ഒടുവിൽ ആ വ്യക്തിയും പ്രണീത് മോറയും വിഷയത്തിൽ പൊതുമാപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെ മറ്റ് 2 വീഡിയോകൾ കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഒന്ന്, സൽമാൻ ഖാൻ മുമ്പൊരു റിയാലിറ്റി ഷോയിലെ സംഭാഷണത്തിനിടെ പ്രണീത് മോറയ്ക്ക് കൊടുത്ത ഒരു വാണിംഗ് ആണ്. കോമഡിയിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അതിര് കടക്കരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യരുത് എന്ന്. മറ്റൊന്ന്, മുൻ വിഷയത്തിന്റെ കൗണ്ടർ എന്ന പോലെ വേറൊരു വിവാദ വീഡിയോ. ഇതേ ഷോയിൽ വെച്ച് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പറഞ്ഞ കാര്യം, പുരുഷ മൃതദേഹങ്ങളെ ലാബിൽ കാണുമ്പോൾ ശരീരത്തെക്കുറിച്ച് താനും സഹപാഠിയും തമ്മിൽ തമാശ പറയാറുണ്ട് എന്ന്. ഇതിപ്പോൾ ഒരു പുരുഷനായിരുന്നു പറഞ്ഞതെങ്കിലോ എന്നുള്ള രീതിയിലാണ് വിമർശനങ്ങൾ വരുന്നത്. ഇവിടെ നടക്കുന്നത് സ്ത്രീ പുരുഷ യുദ്ധമല്ല. കൺസെന്റ് എന്നത് ബിരിയാണി കൊടുത്താൽ കിട്ടുന്നതാണെന്ന ധാരണയ്ക്ക് മേലുയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയുമല്ല ഈ വീഡിയോ. അതിനർത്ഥം മെഡിക്കൽ വിദ്യാർത്ഥി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുവെന്നുമല്ല. മുൻപ് പറഞ്ഞതുപോലെ പൊതുവേദിയിൽ എന്ത് സംസാരിക്കണമെന്ന വിവേചന ബുദ്ധിയാണ് മാറ്റർ. 2 കൂട്ടർക്കും അതില്ല എന്നത് വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ പുരുഷന്മാർ പ്രയോഗിക്കുന്ന മോശം പരാമർശങ്ങളെ എപ്പോഴൊക്കെ വിമർശിക്കുന്നോ അപ്പോഴൊക്കെ എതിർക്കാൻ പോന്ന മറ്റെന്തെങ്കിലും ഫീമെയിൽ ആർഗ്യുമെന്റുമായി ചിലർ രംഗത്തെത്താറുണ്ട്. അതുപോലൊരു വീഡിയോ ആയി മാത്രമേ ഈ വീഡിയോയും നമുക്ക് കാണാൻ കഴിയൂ. സംഭവത്തിന് ശേഷം ഹെയ്റ്റ് കമന്റുകൾ താങ്ങാനാവാതെ മോറെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് താൽക്കാലിക ബ്രേക്ക് കൊടുത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ.